May the name of the Lord be glorified. After a long time, we are having a privilege to have fellowship with this assembly, and we thank God. In connection with worship, I would like to turn your attention to the book of Haggai, chapter 2, verses 10 to 14. ആരാധനയുടെ ബന്ധത്തിൽ ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ from 10 to 13. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 9-ാം മാസം 24-ാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെ കുറിച്ച് ചോദിക്കേണ്ടതെന്തെന്നാൽ, ഒരുത്തൻ തന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ വിശുദ്ധ മാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? അതിന് പുരോഹിതന്മാർ ഇല്ല എന്നുത്തരം പറഞ്ഞു. 13-ാം വാക്യം. എന്നാൽ ഹഗ്ഗായി, ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. May the name of the Lord glorified. So here we have the two questions, and the answer is given like yes or no. ഇവിടെ രണ്ട് ചോദ്യങ്ങളും അതിന്റെ മറുപടിയും ഇല്ല അല്ലെങ്കിൽ ഉവ്വ് എന്നുള്ള മറുപടിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. God told to Haggai to ask to the priest. ദൈവം ഹഗ്ഗായിയോട് പുരോഹിതന്മാരോട് ചോദിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്, if a person carries a holy meat, ആ വിശുദ്ധ മാംസം വഹിക്കുന്ന വ്യക്തി, and along with that if carries certain food, will it be holy? അതിനോട് ചേർന്ന് മറ്റേതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങള് അവൻ വഹിച്ചാൽ അത് വിശുദ്ധമായി തീരുമോ? And the priest answered for the question is no. അതിന് പുരോഹിതന്മാർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. At the same time, another question, അതേസമയം മറ്റൊരു ചോദ്യം, if a person who touches the dead body, ശവത്താൽ അശുദ്ധനായ ഒരുവൻ, and after touching it, if he touches any food or anything, അതിനുശേഷം ഈ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ തൊടുന്നുവെങ്കിൽ will it be unholy? അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചു. And for that the answer is given is yes. അത് അശുദ്ധമാകും എന്നാണ് മറുപടി ലഭിച്ചത്. One thing we are able to understand from this particular passage is that the holiness will never be transmitted. ഒരു കാര്യം ഈ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമാണ്, വിശുദ്ധി എന്ന് പറയുന്നത് അത് പകരപ്പെടുന്നില്ല. Even it's right from the Old Testament. പഴയ നിയമം മുതൽ the holiness will never be transmitted to the next person. വിശുദ്ധീകരണം ഒരിക്കലും പകരപ്പെടുന്നില്ല അടുത്തയാളിലേക്ക്. But where is the unholy thing? Or if the sin can be easily transmitted to the next person. എന്നാൽ പാപവും അശുദ്ധിയും അടുത്ത ആളിലേക്ക് അത് പകരപ്പെടുന്നു. So that is the reason why we became sinner. അങ്ങനെയാണ് നാം പാപികളായി തീർന്നത്. We read in Romans chapter 5, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. verse 18 we read like this. 8-ാം വാക്യം. So as one sin of Adam brought the punishment of death to all people, one good act that Christ did makes all people right with God. Verse 18. 18-ാം വാക്യം. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. So in the Old Testament, the sin or the holiness will never be transmitted to the next person. പഴയ നിയമത്തിൽ നാം കാണുന്നത് വിശുദ്ധി ഒരിക്കലും അടുത്തൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുന്നില്ല എന്നുള്ളതാണ്. The sin will be transmitted. എന്നാൽ പാപവും അശുദ്ധിയും പകരപ്പെടുന്നു. So here the Apostle Paul has easily said to us. പൗലോസ് ഇവിടെ നമ്മോട് ഓർപ്പിക്കുകയാണ്, because of the one person's sin, ഏക മനുഷ്യന്റെ ലംഘനത്താൽ we all became sinners. നാം എല്ലാവരും പാപികളായി തീർന്നു. But whereas Christ's holiness or Christ's righteousness, എന്നാൽ ഏകന്റെ നീതിയാൽ, which is imputed in us, നമ്മിലേക്ക് പകരപ്പെട്ട ദൈവത്തിന്റെ നീതി, we became holy. നാം വിശുദ്ധരായി തീർന്നു. And our sins are forgiven. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. As we have come to the presence of the Lord in this morning, രാവിലെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ the Lord's Supper set before us. കർത്തൃമേശ നമ്മുടെ മുമ്പിലുണ്ട്. It just reminds that we were sinner and Christ died for our sin. നാം പാപികളായിരുന്നു, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നാം ഓർക്കുന്നു. The blood which he shed on the cross of Calvary, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ചിന്തിയ രക്തം, that by that we became righteous people. ആ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടവരായി തീർന്നു. And our sins are forgiven. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. Let us praise God. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Who has made us holy. നമ്മെ വിശുദ്ധീകരിച്ച ദൈവത്തിനാണ്. And who has made us his own children. തന്റെ മക്കളാക്കി നമ്മെ തീർത്ത ദൈവത്തെ നമുക്ക് ആരാധിക്കാം. May his name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.